ചായ കുടിക്ക്. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ മനസ്സിലുള്ള പ്രണയം അവളോട് പറഞ്ഞ? അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ വേർക്കുക. ലേറ്റ് ആയ കണ്ണീര് വരും. അല്ലെങ്കിൽ ആ പെണ്ണ് ഇവിടെ ഉള്ളതല്ല, ഏത് സമയത്തും അത് പോകും. നിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞാൽ നിനക്കും കൊള്ളാം. നിങ്ങൾ എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ടെൻഷൻ പറയുന്നേ. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ടെൻഷൻ ആവുക. എന്നാലും ഞാൻ നിന്നോട് പറയാൻ ശ്രമിക്കാം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. സത്യമാ, ജീവിതകാലം മുഴുവൻ നീ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? നോക്കൂ, നിങ്ങളുടെ കുസൃതി നിഷ്കളങ്കതയും എനിക്കിഷ്ടാ. അതുകൊണ്ടാണ് നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ആയത്. അതല്ലാതെ നിങ്ങൾ എന്നെ കുറിച്ച് ആലോചിച്ചതുപോലെ ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഓ, സമാധാനമായി. ആലോചിച്ചില്ല എന്നല്ലേ? നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്നല്ലോ. ഇനിയെങ്കിലും ഞാൻ തന്ന ഈ ആപ്ലിക്കേഷനെ കുറിച്ചൊന്ന് ആലോചിക്കണം. നിന്റെ മനസ്സില് ആ സീറ്റ് ഒന്ന് കൺഫേം ആയ ദുബായ് കൈ കിട്ടിയ സന്തോഷമായിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് എന്ത് വേണേലും കഴിക്കാം, എന്ത് വേണേലും കുടിക്കാം. ഇന്ന് ഫുഡ് ഫെസ്റ്റിവൽ മധുമതി വെഡ്സ് ശ്രീനിവാസ്. ഓക്കെ, അതുപോലെയാ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, അവൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും പോരെ? സീനുമോനെ, ഇപ്പൊ ആ പട്നായിക്ക് വന്ന് ഇതിന്റെ കണക്ക് ചോദിച്ചാ നീ എന്ത് പറയും? ഈ സമയത്ത് അതൊക്കെ ആലോചിക്കുന്നതിനാ? അയാൾ ചോദിച്ചാ നിങ്ങളുടെ ചെലവാന്ന് പറഞ്ഞു. കൈയോട് എന്തു പറ്റി? അയ്യോ, ഈ കൈക്ക് എന്തു പറ്റി? എന്തു പറ്റിന്ന് പറ. രാവിലെ പാവഭാജി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ കരണ്ടി ഒടിഞ്ഞു പോയി. അപ്പൊ തന്നെ പട്നായിക്കിനോട് പറഞ്ഞപ്പോ കൈ കൊണ്ടുണ്ടാക്കാൻ പറഞ്ഞു. അതെടാ, ഈയിടെയായിട്ട് അവനത്തിരി അഹങ്കാരം കൂടുതലാ. ഇന്ന് നമ്മുടെ രാമേന്ദ്ര നടന്ന് നാളെ നമുക്ക് എടുക്കും. അയാളെ ഒതുക്കണം. ഇപ്പൊ അവരിങ്ങോട്ട് വരും. അവന്റെ സമയം മോശമാണെങ്കിൽ ഇപ്പൊ വരും. ഇവിടെ എന്താടാ ഇവിടെ കഴിവേറുകളെ? എന്റെ കാശൽ എങ്ങനെ കുടിച്ചാണോ തീർക്കുന്നത്? നിങ്ങളെ ധീരുമായി അംബാനി ആക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ ബീർബായി ആയാലോടെ. എന്റെ കളക്ഷന്റെ കാര്യം ഇന്ന് ഇവിടെ മിണ്ടി പോരുത്. ഇന്ന് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കണം. വന്നേ ഒരു ബീറടിച്ചിട്ട് എന്താടാ അത്ര പ്രധാനപ്പെട്ട കാര്യം? ഞങ്ങൾക്ക് ഒരാളെ തല്ലണം. അതിന് സാറിന്റെ അഡ്വൈസ് വേണം. എന്തിനാ തല്ലണോന്ന് വിചാരിക്കുന്നേ? അവൻ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു. ഇപ്പോഴും ടാർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവനോട് നിങ്ങൾക്ക് വെറുപ്പ് അത്രമാത്രം ഉണ്ടല്ലോ. എഴുത്ത് വരെയുണ്ട്. ഈ ദേഷ്യത്തിൽ നിങ്ങൾ അവനെ തല്ലിയാൽ അവൻ അതോടെ തീരും. പക്ഷെ അത് ശരിയല്ല. തല്ലുന്നതിന് ഒരു രീതി വേണം, സാഡിസം വേണം, റിതം വേണം, ചതവ് വേണം. അപ്പോഴേ അവൻ ചാകുന്നത് വരെ മറക്കാതിരിക്കൂ. എന്ത് പറയുന്നു? ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ആദ്യം അടിക്കേണ്ട ആളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. കോർട്ടിൽ ചെന്ന് അവൻ അനങ്ങരുത്. അനങ്ങില്ല, ഒരിക്കലും അനങ്ങില്ല. ഇനി ഒരു പ്രധാന കാര്യം എന്നാൽ, ഏതൊരു മനുഷ്യനെയും അടിക്കാൻ ചെല്ലുമ്പോൾ അവൻ ഓടിപ്പോകാതിരിക്കാനുള്ള വഴികൾ ആദ്യം അടയ്ക്കും. അതായത് റൗണ്ട് അപ്പ് ചെയ്യണം. പറയാം. ആദ്യം കൈയൊന്ന് മുറുക്കി പിടിച്ചല്ലോ. ആദ്യത്തെ ഇടി തന്നെ വിജയിക്കണം. കൈയങ്ങ് വലിച്ച് മൂക്കിലിട്ടിടിക്കണം. രണ്ട് കണ്ണിലും പൊന്നീച്ച. എന്നെന്തിനാ ഇടിച്ചത്? സെലക്ട് ചെയ്തത് തന്നെയാണോ? സീനുബാബു, ഇയാൾ എന്താ പറഞ്ഞത്? അതിനൊരു റിതം വേണം, ചതവ് വേണം, മ്യൂസിക് വേണം എന്നല്ലേ? മ്യൂസിക്. ഇത് സ്വപ്നമല്ല, സത്യം. ഇവിടെ ഞാനാ വിളിച്ചോണ്ട് വന്ന്. ഇവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല, ഈ ചെറ്റകളുടെ ലീഡറാ. കള്ളു കുടിക്കുന്നതിൽ സമർത്ഥൻ. സാധാരണ രീതിയിൽ ഇവൻ മനുഷ്യനാ. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ മൃഗമായി തീരും. പാവം, ഈ പെണ്ണിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി വിളിച്ചോണ്ട് വന്നതാ. അല്ലാതെ നിങ്ങളെ പിരിക്കാൻ വേണ്ടിയല്ല. ഇനിയിപ്പൊ നിങ്ങളുടെ ഇഷ്ടം. ഇവൻ പട്നായിക്കല്ലടാ, കട്നായിക്. ഇവനെ ഞാൻ നിക്കടാ. എങ്ങോട്ടാടാ ചാടി പോകുന്നേ? നമ്മളിവിടെ അന്യ നാട്ടുകാരാ. സീനുമോനെ, നീ ചെന്നാ പെണ്ണിനോട് ക്ഷമ ചോദിക്കേ. എന്താ വേണ്ടത്? മധുമതി ഉണ്ടോ? മധു നാട്ടിൽ പോയി. നാട്ടിൽ പോയോ? എപ്പോ? ഇപ്പഴാ ഞാൻ കൊണ്ട് സ്റ്റേഷൻ വിട്ടിട്ട് വന്നത്. റെയിൽവേ സ്റ്റേഷൻ കിട്ടണേ. എന്താ ഫ്ലാഷ് ബാക്ക് നന്നായിട്ടില്ലേ? നല്ലൊരു പിച്ചക്കാരനെ പോലെ. ഞാൻ മുഴുവനും പറഞ്ഞിട്ടില്ല, ബാക്കി ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അതും ഞാൻ തന്നെ അത് പിന്നെ 100-300 പേജല്ലേ ഉള്ളൂ. അതിലും ഭേദം എന്നെ കൊല്ലുന്നതാ. അല്ലളിയ, എന്റെ പ്രേമം. അവനും അവന്റെ ലവും ഒരു ടച്ചിങ്ങിലോ ഒരു കിസ്സിങ്ങിലോ ഒരു അനുഭൂതിയിലോ ഓട്ടയ്ക്ക് കൊടുക്കാൻ കാശുമില്ല. വീട്ടിൽ ഫ്ലാഷ് ബാക്കും പറഞ്ഞ് വന്നേക്കാണ്. നിന്റെ ഈ പാവബാജി ഫേസ് കൊണ്ട് ഈ പെണ്ണെന്നല്ല ഒരു പെണ്ണും പ്രേമിക്കില്ല. നീ ഒന്നും പറയണ്ട, പോടാ.
ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി നിന്റെ ഒരു കഥയും കേക്കട്ടെ. അളിയ കൃഷ്ണമൂർത്തി, എന്താന്നറിയില്ല, ഭയങ്കര വിശപ്പ്. അത്രയും ദാരിദ്ര്യം അനുഭവിച്ച് വന്നതല്ലേ, പിന്നെ ആർത്തിറങ്ങാൻ കുറെ സമയം എടുക്കും. മിണ്ടാരി ഉം. മോനെ, നന്നായിട്ടൊക്കെ പഠിച്ചോ. നിന്നെ ദുബായി കൊണ്ടുപോവാ. എന്താളിയാ ദുബായ്? സീനു ദുബായ്. കാഫി എന്നാ മോനെ. എനിക്കില്ലേ? നിനക്കെതിരാ താഴെ പോയി കുടിച്ചൂടെ? അവൻ ദുബായിന്ന് വന്നതാ, അതുകൊണ്ടാണ് അവന് കൊടുക്കുന്നത്. സീനു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വേഗം റെഡിയാവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിന് റെഡിയാവുന്നതിനാ, എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാലോ. ഓ അത് പിന്നെ ദുബായിൽ എല്ലാരും ഒന്നിച്ച് കഴിച്ച് ശീലിച്ചു പോയില്ലേ? നോക്കമ്മേ, MD ക്ക് PA ആയിട്ട് ദുബായിൽ എന്റെ അനിയൻ രാജാവിനെ പോലെ ജീവിക്കണം. രാജാവായിട്ട് ജീവിക്കുന്നോ അതോ രാജ് ട്രാവൽസ് ജീവിക്കുന്നു? രാജ് ട്രാവൽസാ? രാജാവിന്റെ ലെവൽ എന്ന് പറഞ്ഞതാ. ദുബായിൽ രാജ് ട്രാവൽസ് ഉണ്ടോ? ദുബായിലില്ല, മുംബൈയിലുണ്ട്. മുംബൈ എന്ന് പറഞ്ഞാ അതെ, പണ്ട് ബോംബെ, ഇപ്പൊ മുംബൈ എന്ന് പറയും. വന്നേ, ഒരു അത്യാവശ്യ കാര്യ. അളിയൻ വന്നേ, നടക്ക്. അതെ, ഞാനത് എന്താടോ ഓവർ ആക്ട് ചെയ്യുന്നേ? കൈയ്യെടു. നീ അവിടെ ചെയ്ത വെച്ച് നോക്കുമ്പോ ഇവിടെ ഞാൻ ചെയ്ത വളരെ കുറവാ. നന്നായിട്ടുണ്ടോ? ഉം, ഇനിയും വേണം. ഉം, ഉം. ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന പോലെ ചെയ്യണം. കൃഷ്ണമൂർത്തി, ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. ഹലോ, ആരാണ്? ആരാ? ആരോടാ സ്വരം മാറ്റി സംസാരിക്കുന്നേ? ദുബായിന്ന് ഷെയ്ക്കാ, ഞാനില്ലെന്ന് പറ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറയും. ഹലോ, ഹലോ, അവിടെ ശ്രീനിവാസ് അരിയസ് ദുബായ് സീനു ഉണ്ടോ? നിങ്ങളാരാണ്? ദുബായ് സൈഡ് ആറ്റാ വർഷ. നിങ്ങളുടെ സീനുവിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം. അവനില്ലാതെ ഇവിടുത്തെ എണ്ണക്കിണറൊക്കെ ഉണങ്ങിപ്പോയി. അവനെ വിശ്വസിച്ച് ബിസിനസ് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ ദുബായിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ദുബായിലേക്ക് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ മുഴുവൻ ബിസിനസ് ആരാ അത്? എക് മിനിറ്റ്, ദുബായ് സേട്ടാ, അവനെ അങ്ങോട്ട് അയക്കാമോ എന്ന് എന്നോട് ചോദിച്ചോണ്ടിരിക്ക. റിക്വസ്റ്റ് ചെയ്യാ. ഇങ്ങിതാ സംസാരിച്ചോ. ഹലോ, കോനരെ തോ ഈ വീട്ടു യജമാനി പോലത്താ ഹെ. നിങ്ങൾ സീനുവിനെ വേഗം പറഞ്ഞേക്കണം. ഇല്ലെങ്കിലോ ലോസായി പോവും. എത്ര ലാസ്? ലക്ഷങ്ങൾ. അവിടെ ലക്ഷമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. അച്ഛാ, ദുബായ് അതും സേട്ടാ, പോലോ പോലോ. നമ്മുടെ അനിയനെ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കാൻ ചോദിച്ചാൽ അപേക്ഷിക്ക. നിങ്ങളൊന്ന് സംസാരിക്ക. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഹലോ, ദുബായ് സെറ്റ് നിങ്ങൾക്ക് നമസ്കാരം പറയുന്നു. ഈ വോയിസ് എവിടെയോ ഫോണിൽ കേട്ട് കാണും. നിങ്ങളുടെ ഫാമിലിയെ ദുബായ് കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കൃഷ്ണമൂർത്തി എന്ന മോസ്റ്റ് ടാലന്റ് പേഴ്സൺ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. അയാളെ കൂടി ഇങ്ങോട്ട് പറഞ്ഞേച്ചാൽ സീനുവിനേക്കാൾ വലിയ ആളാക്കാം. അയാൾക്ക് കൂടി AC പ്രൊവൈഡ് ചെയ്യണം. ആവശ്യമുള്ള എല്ലാം കൊടുക്കണം. അയാൾ ഫ്യൂച്ചറിൽ ഗ്രേറ്റ് പേഴ്സൺ ആകേണ്ട വ്യക്തിയാ. അവനെ അങ്ങനെ വെയിലത്ത് നടത്തിക്കരുത്. മണിക്കൂറിൽ ഒരു തവണ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കണം. അരമണിക്കൂറിനുള്ളിൽ 2 പ്രാവശ്യം അവന് ചൂടും വെക്കണ്ടേ? ഇങ്ങനെ കള്ളം പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കാൻ നാണമില്ലടാ. അല്ലളിയ, നീ ഞാൻ ഒന്നും പറയണ്ട. ഇവന്റെ കഥ വളരെ ദയനീയമാ. ഇവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ചേട്ടനെ അനുവദിച്ചാൽ ഞാൻ 3 വാക്കി പറയാം. ഇവൻ ദുബായിക്ക് പോണെന്ന് പറഞ്ഞ് മുംബൈക്ക് പോയി. അവിടെ വെച്ച് അവൻ ആരോ പറ്റിച്ചു. തിരികെ വന്ന് ഇവിടെ സെറ്റിലായി. ഇതാണ് സത്യം ചേട്ടാ. അപ്പൊ ഓയിൽ കിണർ PA ഒക്കെ കള്ളായിരുന്നല്ലേ? അല്ല ചേച്ചി, ഈ ഓയിൽ കട ചേച്ചേ, എനിക്ക് നിന്റെ മോൻ കാണണ്ട. വെറുതെ നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കണമെന്ന് കരുതി, അതുകൊണ്ടാ. അതുകൊണ്ട് കള്ളം പറഞ്ഞു അല്ലേ? ഓക്കെ, നിനക്ക് എവിടെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ നോക്കാം. താങ്ക്സ് അളിയ. അതുവരെ അവൻ ഇവിടെ എന്ത് ചെയ്യും? അവൻ മുത്തശ്ശി പറയുന്ന അനുസരിക്കും. അനുസരിക്കോ? അനുസരിക്കാം. ഇന്ന് തൊട്ട് നിനക്ക് AC റൂം കട്ട്, ബെഡ് കോഫി കട്ട്. എന്താ, നിനക്ക് സമ്മതാണോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. നിനക്ക് ഒരു നേരം ഭക്ഷണം ഇല്ല. പോടാ. ഒന്ന് നിന്നേ. നീ ഇതിനു മുമ്പ് ഒന്ന് വേണ്ടാത്ത വഴക്കൊക്കെ ഉണ്ടാക്കി ആ പെണ്ണ് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരെ തിരക്കേടാ വന്നത്? ഇത് വളരെ മോശമാണ്. ഞാനിപ്പോ ഒന്ന് സാറിന് തിരക്കി. എന്നെ തിരക്കിയ? ആ പറയൂ. ഒരു കാര്യം അവനോട് പറയണം. നിക്കടോ, നിങ്ങൾ അകത്തേക്ക് കയറ്റി വിടില്ല. എന്നാ ഞാൻ മാത്രം പോവാം. പറ്റില്ല. എന്നാ രണ്ടുപേരും പോവാം. സാധ്യമല്ല, പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ സർ, ഇത് എനിക്ക് അറിയുന്ന ആളാ. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, അല്ലെങ്കിൽ തെണ്ടിയുടെ മുമ്പിലെ ചീപ്പായാലും. ഇവനെ പറഞ്ഞ എന്നെ രോഗിയാക്കല്ലേ. അതിരിക്കട്ടെ, അന്നെന്താ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ? ഓട്ടോയ്ക്ക് കാശില്ല. ശരി, നമുക്ക് റെസ്റ്റോറന്റിൽ പോയി സംസാരിക്കാം. സീനു പൈസ ഉണ്ടടാ. സീനു ബാബു, എന്റെ മുറച്ചെറുക്കനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഒരു ക്രൂരനാ. എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതിന് എന്റെ അച്ഛനെ മോളിത്തെ പടിയിൽ നിന്നും തള്ളിയിട്ടു. ഞാൻ കാരണം നിങ്ങളും കൂടി അപകടത്തിൽപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ദയവേ തന്നെ വിട്ടേക്ക്. നീ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോയേനെ. പക്ഷെ നീ ആരെയും പേടിക്കരുത്, അത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. നിന്റെ പേടി ഞാൻ മാറ്റിത്തരാം. അവനെ കുറിച്ച് നീ ഇനി ചിന്തിക്കണ്ട. ആ ബ്ലഡി ഫോണിന്റെ കാര്യം നീ ഇനി ആലോചിക്കേ വേണ്ട. പക്ഷെ എന്റെ ആപ്ലിക്കേഷനെ കുറിച്ചൊന്നും ആലോചിക്കണം. നിങ്ങൾ ദുബായിക്ക് പോകാനുള്ള ആംബിഷനും കൂടി കളഞ്ഞുകൊണ്ട് ഇത് അപകടമാണെന്ന് പറഞ്ഞിട്ടും ഫേസ് ചെയ്യാൻ തയ്യാറാകുന്നു. എന്തിനാ എത്ര പിടിവാശി? പിടിവാശിയൊന്നുമല്ല, എന്റെ ഒരു ആശയാ. അതിന് ഇംഗ്ലീഷ് എന്ത് പറയും? ഹോപ്പ്. എന്തുട്ടിവിടെ കാണണേ? എല്ലാരും ഡിസ്കവറി ചാനലാണ് പോയേ. എല്ലായിടത്തും പോയേ. നിങ്ങൾ നോക്കി എല്ലാരും ചിരിക്കുക. എന്തുകൊണ്ട് ഈ പൊട്ടങ്ങളി?
ഇന്ന് മധുവിന്റെ ജന്മദിനമാടാ. അതിനെന്നോ? എടാ, ഒന്നാമതെ മധുവിന്റെ കാര്യത്തിൽ കോമ്പറ്റീഷനാ. ഇത്രയും അടിപൊളിയായിട്ട് പോയില്ലെങ്കിൽ പിന്നെ- സാറിനോട് കോമ്പറ്റീഷനോ? ഓ, നമ്മുടെ സീനും അല്ലേ? അവൻ തന്നെ. അത് ശരി. സാറാ പെട്ടിന് വിശ്വസ് പറയണല്ലേ? അതൊന്ന് കാണിച്ചെന്നേ. ഒരുപാട് നേരം ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഒരെണ്ണം ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Happy birthday to you. ഇതെല്ലാരും പറയും. അതല്ല, വെറൈറ്റി വേണം. ബർത്ത്ഡേ പാർട്ടി അല്ലേ? പാട്ട് പോലെ ഇരിക്കണം. ഇപ്പൊ മധു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. എല്ലാവർക്കും ഷോക്ക് ആവും. ഷോക്കാവും. പിന്നെ ഞാൻ ലൈറ്റ് ഇടും. അപ്പൊ സാർ ഷോക്ക് ആവും. അപ്പൊ സാർ ഒരു പാട്ട് പാടും. പാടി വെക്കേ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുനവ വേണം. ഓ തിത്തിത്താരാ തിത്തിത്തേ.